ദൈവിക കടാക്ഷമുള്ള 5 നക്ഷത്രക്കാരെ നമുക്ക് പരിചയപ്പെടാം. ഇവരുടെ രക്ഷയ്ക്ക് എപ്പോഴും ദൈവം അടുത്തുണ്ട്. ഏത് രൂപത്തിലായിക്കോട്ടെ, ഏത് ഭാവത്തിലായിക്കോട്ടെ, ഏത് നാമത്തിലായിക്കോട്ടെ, ഏതെങ്കിലും ദൈവത്തിൻ്റെ ഒരു അദൃശ്യ ശക്തി ഇവരുടെ രക്ഷയ്ക്കെത്താറുണ്ട്. ജീവിതത്തിൽ പല അപകട സന്ദർഭത്തിൽ നിന്നും ഒരുപാട് ബാഹ്യ അനുഭവങ്ങൾ ജീവിതത്തിൽ അപകട സമയത്ത് കിട്ടിയിട്ടുണ്ട്. ആ ബാഹ്യങ്ങൾ കൊണ്ട് പലപ്പോഴും ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള നക്ഷത്രക്കാരാണ് ഞാൻ പറയുന്ന 5 പേര്. മറ്റുള്ളവർക്ക് പെട്ടെന്ന് ബാഹ്യ അനുഭവങ്ങളിലൂടെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിന്ന സമയത്തും അപകടത്തിൻ്റെ മുൾമുനയിൽ നിന്ന സമയത്തും ദൈവത്തിൻ്റെ കരുതൽ കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നുള്ള ഒരു മനസ്സ് ഈ നക്ഷത്രക്കാർക്ക് അനുഭവിച്ചിട്ടുണ്ട്. അത് ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നുള്ള ഉറച്ച വിശ്വാസവുമുണ്ട്. ആ 5 നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സൈക്കിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്ന നക്ഷത്രം മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാരെ ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹം കൂടിയുള്ള നക്ഷത്രമായിട്ടാണ് പറയപ്പെടുന്നത്. സമ്പത്തും ഐശ്വര്യങ്ങളും ഇവരുടെ അടുത്തോട്ട് വരുമ്പോഴും പലപ്പോഴും ഇവർ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും പെട്ടുപോകുന്ന അവസ്ഥകൾ ഇവരുടെ ജീവിതത്തിലേക്ക് വരാറുണ്ട്. പക്ഷേ ഏതൊരു പ്രതിസന്ധിയിലും ദൈവം കാത്തു എന്ന രീതിയിൽ പല പല അപകടത്തിൽ നിന്നും പല രോഗാവസ്ഥയിൽ നിന്നും വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ആ സമയത്ത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, സ്വയം മനസ്സിലാവുന്നുണ്ട്, ദൈവത്തിൻ്റെ ഒരു കരുതൽ കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു അപകടമായിക്കോട്ടെ, ഒരു വീഴ്ചയായിക്കോട്ടെ, ഒരു പരിക്കായിക്കോട്ടെ, വാഹനാപകടമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ ഒരു കാര്യത്തിന് മുമ്പായിട്ട് തന്നെ ആ ഒരു സ്ഥലത്തു നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പോകേണ്ട യാത്ര മുടങ്ങിപ്പോയി, ആ യാത്രയിൽ പോയ മറ്റുള്ളവർക്കെല്ലാം അപകടം സംഭവിക്കുന്നു, ഇവർക്ക് മാത്രം സംഭവിച്ചില്ല. അപ്പോൾ മനസ്സിലായി യാത്ര മുടങ്ങിയത് നല്ല കാര്യത്തിനായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതുമായ ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രം. അതുപോലെ ജോലിപരമായ കാര്യങ്ങൾ, ജോലിയെ സംബന്ധിച്ച് പലപ്പോഴും കിട്ടാതെ വരിക, ജോലികൾ കിട്ടാതെ വരിക, പല സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂവിന് പോയിട്ട് പരാജയപ്പെടുക, ചെറിയ തരത്തിലുള്ള ജോലികളാണ് അവിടെ ജോലി കിട്ടാതെ വരിക, പെട്ടെന്ന് തന്നെ ജോലി സ്ഥലത്ത് നിന്ന് പുറത്താവുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു മനസ്സും വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷേ പുറത്തായ സ്ഥാപനങ്ങൾ അധികകാലം നിലനിൽക്കാതെ തന്നെ പെട്ടെന്ന് ആ സ്ഥാപനങ്ങൾ അടയ്ക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുക, സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടോ നിയമക്കുരുക്കുകൾ കൊണ്ടോ ആ സ്ഥാപനം പെട്ടെന്ന് അടച്ചു പൂട്ടും. അപ്പോൾ ഇവർ ഓർക്കും, ആ സ്ഥാപനം അടച്ചു പൂട്ടുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ അവിടെ നിയമക്കുരുക്കുകളും പ്രശ്നങ്ങളും വന്നപ്പോൾ ഞാൻ ഇല്ലാഞ്ഞത് നന്നായി എന്ന് ഇവർക്ക് തോന്നാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് മകം നക്ഷത്രക്കാർ അവിടെ രക്ഷപ്പെട്ടത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരാറുണ്ട്. അതുപോലെ യാത്രാവേളകളിൽ ഉണ്ടാകുന്ന അപകട സമയത്ത് ആരോ പെട്ടെന്ന് കയ്യിൽ പിടിച്ച് വലിച്ച് രക്ഷപ്പെടുത്തി, പെട്ടെന്ന് ബസ്സിൽ നിന്നോ ചവിട്ടുപടിയിൽ നിന്നോ മറിഞ്ഞു പോയ സമയത്ത് പെട്ടെന്ന് ആൾ പിടിച്ച് രക്ഷിച്ചു. ഒരിക്കലും രക്ഷപ്പെടുമെന്ന് കരുതാത്ത പല സന്ദർഭത്തിൽ നിന്നും ആരുടെയും കാരണം കൊണ്ട് രക്ഷപ്പെടുക, അതും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്കവിടെ പറയാം. ഇതുപോലുള്ള രക്ഷകളൊക്കെ ജീവിതത്തിൽ ഒരുപാട് തവണ, ഒരു തവണയൊക്കെ പലപ്പോഴും പലരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ, അല്ല ഒരു 5 തവണ. പക്ഷേ ജീവിതത്തിലെ ഉടനീളം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടുക എന്ന് പറയുന്നൊരവസ്ഥയാണ് മകം നക്ഷത്രക്കാരെ എപ്പോഴും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കടാക്ഷമുള്ളതും ദൈവത്തിൻ്റെ കരുതലുള്ളതുമായ നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാർ. അടുത്ത നക്ഷത്രമാണ് നമുക്ക് പരിചയപ്പെടാം. അടുത്തായിട്ട് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാരുടെ ദൈവം എന്ന് പറയുന്നത് ശുക്രനാണ്. അതുപോലെ യമധർമ്മ രാജാവുമാണ് അവരുടെ ദൈവങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങൾ, മരണം മുന്നിൽ കാണുന്ന പല പല രോഗങ്ങൾ, മരണം മുന്നിൽ കാണുന്ന പല പല അപകടങ്ങൾ, പ്രശ്നങ്ങൾ, ഇവയിൽ നിന്നെല്ലാം വളരെ അത്ഭുതകരമായിട്ട് ചെറിയ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. അപ്പോൾ ആയുസിൻ്റെ കട്ടി എന്ന് പറയാനായിട്ടേ നമുക്ക് പറ്റത്തുള്ളൂ. അത്ര വലിയ റിസ്കുകളിൽ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോരുകയും അങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടയാളായിരുന്നു ഞാൻ എന്ന് പറയുന്ന യാതൊരു മുഖഭാവബാധവും, അങ്ങനെ ഒരു പ്രശ്നത്തിൽപ്പെട്ടു എന്ന് പറയുന്ന യാതൊരുവിധ മുഖഭാവവും പിന്നെ ഇവർക്ക് കാണുകയില്ല. അതിൻ്റെ ഭയമോ ടെൻഷനോ ഒന്നും അവരുടെ മുഖത്ത് കാണുകയില്ല. ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. എത്ര വലിയ പ്രശ്നങ്ങളോ എത്ര വലിയ പ്രതിസന്ധികളോ ഭാരങ്ങളോ മാനസിക ദുഃഖങ്ങളോ വന്നാലും അവിടെയെല്ലാം സമചിത്തതയോടെ നിലനിൽക്കുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഇവരുടെ ചെറുപ്പകാലത്ത് ഇവർക്ക് 35 വയസ്സ് വരെ നല്ല ആരോഗ്യമുള്ള നക്ഷത്രമാണ്. സ്പോർട്സ് ലെവലിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, അല്ലാത്തവരുമുണ്ട്. സ്പോർട്സ് ലെവലിൽ പ്രവർത്തിക്കുന്നവരുടെ കളരിപ്പയറ്റ് പോലുള്ള കാര്യങ്ങൾ പല ഗുരുക്കന്മാരും ഭരണി നക്ഷത്രത്തിൽപ്പെട്ടവരാണ്. വലിയ അപകടങ്ങൾ അവർ തരണം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് വാൾപ്പയറ്റ് പോലെയുള്ളതോ ഉറുമി വീശൽ പോലുള്ളതോ
കടാരപ്രയോഗങ്ങൾ പോലുള്ള സമയത്ത് അത്ഭുതകരമായിട്ട് അപകടം മിന്നി മറഞ്ഞു പോയി എന്ന സമയങ്ങളിൽ പോലും രക്ഷപ്പെട്ട ഒരുപാട് കളരി ഗുരുക്കന്മാരുണ്ട്. പരിശീലന വേളയിൽ, മത്സരമല്ല പരിശീലന വേളയിൽ അവർ ഒരു 35 വയസ്സും 40 വയസ്സ് വരെ അവരുടെ ആരോഗ്യം വളരെ കറക്റ്റായിരിക്കും. അതിനുശേഷം കാലക്കേടുകൾ ഫാദർ മേശ പോലെ ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പക്ഷെ ആ ഒരു നിമിഷത്തെ അശ്രദ്ധ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് വരെ പേടിക്കുന്ന സമയത്ത് അത്തരം വലിയ പ്രശ്നങ്ങളിൽ പോലും പരിശീലന സമയത്ത് വീഴ്ചകളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാനുള്ള കഴിവ് ഭരണി നക്ഷത്രക്കാർക്ക് കൂടുതലാണ്. ആത്മവിശ്വാസവും മനോവീര്യവും അവർക്ക് കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ സ്വയം എടുത്തു ചാടുന്ന റിസ്ക്കുള്ള കാര്യമാണെങ്കിലും അല്ലാതെ ജീവിതത്തിലേക്ക് വരുന്ന റിസ്ക്കുകളാണെങ്കിലും അതൊന്നും പ്രശ്നമല്ല. പേടിക്കാതെ അതിൽ നിലനിൽക്കാൻ കഴിവുള്ളത് ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ദൈവത്തിൻ്റെ കടാക്ഷമുണ്ട്. അടുത്ത നക്ഷത്രം നമുക്ക് നോക്കാം. അടുത്ത നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യ അനുഭവമുണ്ട്, നിർഭാഗ്യ അനുഭവങ്ങളുമുണ്ട്. ജീവിതത്തിലുടനീളം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് പൂരാട നക്ഷത്രക്കാർ. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും വളരെയധികം കുത്തുവാക്കുകളും അപമാനങ്ങളും ഒക്കെ ജീവിതത്തിൽ സഹിക്കേണ്ടതായി വരും. എപ്പോഴും വിനയവും എപ്പോഴും ആളുകളോട് വളരെ ശാന്തമായി സംസാരിക്കുന്ന നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാർ. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് മറ്റൊരു സ്വഭാവമുണ്ടെങ്കിലും പുറമേയുള്ള ആളുകളോട് സംസാരിക്കുന്ന വളരെ വിനയത്തോടു കൂടിയാണ്. നല്ല മനുഷ്യർ ഇവരാണെന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കും. ഇതുപോലെ നല്ലൊരു വ്യക്തി ഈ ലോകത്ത് കണ്ടിട്ടില്ല എന്നും ആളുകൾ വിശ്വസിക്കും. ആ ഒരു നിലപാടിലാണ് പൂരാട നക്ഷത്രക്കാർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ തുടങ്ങിയവ വരുമ്പോൾ ദൈവത്തെ മുറുക്കി അവർ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം പെട്ടെന്ന് തന്നെ ഇവർക്ക് കരകയറാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളും കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വരും. ഓരോ മരണ പ്രശ്നങ്ങളും, മരണം വരുന്ന പോലുള്ള അപകടങ്ങൾ, വലിയ വലിയ പ്രതിസന്ധികൾ, ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും അത്ഭുതകരമായി ആ ഒരു കാര്യത്തിൽ പെട്ട് പരിക്കുകൾ സംഭവിച്ചു പോയെങ്കിൽ പോലും അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് തിരിച്ചു വരാനുള്ള കഴിവ് പൂരാട നക്ഷത്രക്കാർക്കുണ്ട്. മാനസികമായ ഭയം അല്പം കൂടിയ ആളുകളാണ് പൂരാട നക്ഷത്രക്കാർ. എല്ലാവരുടെയും ഉള്ളിൽ അല്പം ഭയം ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഷോക്കായി പോയെങ്കിൽ പോലും കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ദൈവിക കടാക്ഷം കൊണ്ടും മറ്റുള്ളവരുടെ സഹായത്താലും തിരിച്ച് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള കഴിവ് പൂരാട നക്ഷത്രക്കാർക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത നക്ഷത്രം ഏത് നമുക്ക് നോക്കാം. അടുത്ത നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നതാണ്. ദൈവിക കടാക്ഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവിക കടാക്ഷമുണ്ട്. എല്ലാ പാദക്കാർക്കും ഇല്ല. 1, 2, 3 പാദക്കാർക്കാണ് കൂടുതലായി ദൈവിക കടാക്ഷം ഉള്ളത്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ദിവസവും നേരിടേണ്ട ആളുകളാണ് അശ്വതി നക്ഷത്രക്കാർ. ആരോഗ്യം എന്ന് പറയുന്നൊരു കാര്യം അശ്വതി നക്ഷത്രക്കാർക്ക് ഒരിക്കലും തൃപ്തികരമായിരിക്കില്ല. എപ്പോഴും പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്കുള്ളത്. ഓരോ ദിവസവും ഒരു വെല്ലുവിളിയായിട്ടാണ് അശ്വതി നക്ഷത്രക്കാർ അതിനെ കരുതുന്നത്. ഓരോ ദിവസവും ഓരോ ദിവസത്തോട് മത്സരിക്കുന്നതാണ് അശ്വതി നക്ഷത്രക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. എപ്പോഴും ഇവർ തിരക്കിലും തിടുക്കത്തിലും ആയിരിക്കും. ഒരു സമയം പോലും ഇവർ വെറുതെ ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലൊരു തളർച്ച വന്നെങ്കിൽ മാത്രമേ ഇവർ വിശ്രമം എടുക്കുന്നുള്ളൂ. വിശ്രമമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ. ഇവർക്ക് ദൈവത്തിൻ്റെ കടാക്ഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടാക്ഷമുണ്ട്. പല വലിയ വെല്ലുവിളികളെയും നിഷ്പ്രയാസം മറ്റുള്ളവർ ഭയക്കുന്ന പല കാര്യത്തെയും ചെയ്യാനും അല്പം ഭയത്തോടു കൂടിയാണ് എന്നും ചെയ്യാനുമുള്ള കഴിവ് അശ്വതി നക്ഷത്രക്കാർക്ക് മാത്രമുള്ളതാണ്. പല ആളുകളെ കൊണ്ട് ആലോചിക്കാനോ കണക്ക് കൂട്ടാനോ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ അശ്വതി നക്ഷത്രക്കാർക്ക് നിഷ്പ്രയാസം മതി. ഇതുകൊണ്ട് തന്നെ വലിയ വലിയ ആപത്തുകളിൽ നിന്ന് ഇവർ രക്ഷപ്പെടാറുണ്ട്. ദിവസവും പുതിയ പുതിയ കഴിവുകൾ നേടിയെടുക്കുവാനും പുതിയ പുതിയ കഴിവുകൾ പഠിച്ചെടുക്കുവാനും അശ്വതി നക്ഷത്രക്കാർ ജീവിതത്തിലെ സമയം ഉടനീളം മാറ്റിവെക്കുന്നു. ഇതുകൊണ്ട് മാറുന്ന സാഹചര്യം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു പ്രശ്നമേ ഇല്ല. ഇത് തീർച്ചയായും ദൈവം കൊടുത്ത ഒരു കഴിവാണ്. സാഹചര്യങ്ങൾ എങ്ങനെ മാറി മറിഞ്ഞാലും അവിടെയെല്ലാം ഒരേപോലെ തന്നെ നിലനിൽക്കാനുള്ള കഴിവ് അശ്വതി നക്ഷത്രക്കാർക്കുണ്ട്. ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്യാൻ 1, 2, 3 പാദങ്ങളിലുള്ളവർക്ക് എളുപ്പം സാധിക്കുന്നതാണ്. 4ാമത്തെ പാദക്കാർക്ക് അത്ര എളുപ്പം കാര്യങ്ങളൊന്നും ഗ്രഹിക്കാനായിട്ടോ പ്രവർത്തിക്കാനോ കഴിവ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാർ തീർച്ചയായും ദൈവത്തിൻ്റെ കടാക്ഷത്തോടു കൂടി ജനിച്ച ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവസാനത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം. ഈ അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ വീഡിയോയിലെ അവസാനത്തെ നക്ഷത്രവും 27 നക്ഷത്രത്തിലെ അവസാനത്തെ നക്ഷത്രവുമാണ് രേവതി നക്ഷത്രം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരുപാട് കടാക്ഷമുള്ള നക്ഷത്രമാണ്. ഒരുപാട് പേർക്ക് ഈ നക്ഷത്രക്കാരായിട്ട് പൊരുത്തമുണ്ട് എങ്കിലും ജീവിതത്തിലെ കാലക്കേട് സമയം, പ്രശ്നങ്ങൾ, ദോഷങ്ങളുടെ സമയത്താണെങ്കിൽ മറ്റാളുകളുടെ വെറുപ്പും കുത്തുവാക്കുകളും ഒക്കെ കേൾക്കേണ്ടായ അവസ്ഥ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ട്.
കാരണം ഏറ്റവും വളരെ കുറച്ച് നക്ഷത്രങ്ങളുമായിട്ട് മാത്രമേ ഇവർക്ക് പൊരുത്തക്കുറവുള്ളൂ. ആ ആളുകളുമായിട്ട് മാത്രമേ തർക്കങ്ങൾ വരുന്നുള്ളൂ. പൊരുത്തമുള്ളവരാണെങ്കിലും പൊരുത്തമില്ലാത്തവരാണെങ്കിലും ഇവരോട് ഒരുപാട് സ്നേഹത്തോടെ പെരുമാറുമ്പോഴും ജീവിതത്തിൽ ശനിദോഷം മറ്റ് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഇവർക്ക് നടക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഇവർക്ക് തീർച്ചയായും തിരിച്ചടികളും പ്രശ്നങ്ങളൊക്കെ വരാറുള്ളൂ. അല്ലാത്ത സമയത്ത് ഇവർക്ക് സുഖകരമായ ജീവിതമായിരിക്കും. മുൻകാലത്ത് വളരെയധികം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിൽ നിന്ന് പെട്ടെന്ന് ഇവരെ പുറകോട്ട് വലിക്കുന്ന ഒരവസ്ഥയായിരിക്കും വാർദ്ധക്യ കാലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് രേവതി നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. ഏതൊരു പ്രതിസന്ധിയിലും ഇവർ തളരാത്ത മനസ്സോടുകൂടി നിലനിൽക്കും. എത്ര വലിയ അനുഭവങ്ങളും പ്രശ്നങ്ങളും വന്നാലും അവിടെയെല്ലാം ചിരിച്ച മുഖത്തോടുകൂടി നിൽക്കാൻ രേവതി നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ്. തൃപ്തികരമായ ആരോഗ്യമാണ് ഇവർ എപ്പോഴും ഉള്ളത്. പുരുഷന്മാരാണ് കൂടുതൽ കാര്യങ്ങളും വിജയിക്കുന്നതെങ്കിൽ സ്ത്രീകൾ ഒരുപടി താഴെയാണ് എപ്പോഴും നിലനിൽക്കുന്നത്. രേവതി നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ വളരെയധികം എളിമയുള്ളവരും സ്നേഹമുള്ളവരും കരുണയുള്ളവരുമാണെങ്കിൽ പുരുഷന്മാർ സ്വാർത്ഥമായ ചിന്താഗതിയുള്ളവരും മുന്നോട്ട് ലക്ഷ്യത്തിന് പിന്നാലെ ഏതൊരു കാര്യത്തിലും വെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന സ്വഭാവക്കാരുമാണെന്ന് മനസ്സിലാക്കാം. ഈ രണ്ട് സ്വഭാവഭേദം കൊണ്ട് മാത്രം ജയം ഏറ്റവും കൂടുതലുള്ള പുരുഷനും പരാജയം ഏറ്റവും കൂടുതലുള്ള സ്ത്രീക്കുമാണെന്ന് മനസ്സിലാക്കാം. എങ്കിലും ദൈവിക കടാക്ഷം കൊണ്ട് രണ്ടാളുകളും രക്ഷപ്പെട്ടു തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത്. അറിവ് ഷെയറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. താങ്ക് യു.